നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ ചർച്ചകളിലെല്ലാം ബി.ജെ.പി നിറഞ്ഞു നിൽക്കുന്നു. ഇത് പതിവുള്ള കാര്യമല്ല. ശബരിമല സമരത്തിന് ശേഷം നടന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്ക് ഇത്രയും പ്രാധാന്യം മാധ്യമങ്ങൾ പോലും നൽകിയിട്ടില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബി.ജെ.പി ശക്തമായ സാന്നിധ്യം അറിയിക്കുകയാണ്. പത്മജ ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ താമര ഏന്തുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസും CPM-ഉം. ദേവികുളം മുൻ MLA എസ് ജയേന്ദ്രൻ പാർട്ടിയുമായി അകന്ന് കഴിയുകയാണ് എങ്കിലും ബി.ജെ.പിയിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും CPM നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. 2 സീറ്റ് കിട്ടുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ മിക്ക മണ്ഡലങ്ങളിലും ബി.ജെ.പി നിർണായകമാകുമെന്നാണ് LDF-ഉം UDF-ഉം വിശ്വസിക്കുന്നത്. മത്സരം ഇടതും ബി.ജെ.പിക്കും തമ്മിലാണ് എന്ന് EP ജയരാജൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കോൺഗ്രസിനും ബി.ജെ.പിക്കും രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ്. അത് എങ്ങനെ വിനിയോഗിക്കും എന്നതിൽ ആശ്രയിച്ചായിരിക്കും വിജയം. സർക്കാരിനും പിണറായി വിജയനുമെതിരെ ശക്തമായ ജനവികാരം നിലനിൽക്കുമ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നവർക്ക് നേട്ടമുണ്ടാകാം. ബി.ജെ.പിക്ക് കേന്ദ്ര പദവികളുടെ നേട്ടവും എടുത്തു പറയാം. പ്രചാരണത്തിന് ആയുധമാക്കുകയും ചെയ്യാം. CPM-ന് പല വിഷയങ്ങളും ഭരണ നേട്ടങ്ങളും അവതരിപ്പിക്കാനുമാകുമെങ്കിലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ വലിയ പരാജയവുമാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയും നികുതിയിലൂടെയും മറ്റും അമിതഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. മുണ്ട് മുറുക്കി ഉടുക്കുന്നതിന് പകരം ധൂർത്തും ആഡംബരവും ആഘോഷങ്ങളും പതിവാക്കുന്നു. ഇതിനു മുമ്പുള്ള ഇടത് സർക്കാരുകൾ ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ. സപ്ലൈകോയിൽ സബ്സിഡി അരിയില്ലാതെ സാധാരണക്കാരൻ നട്ടം തിരിയുമ്പോഴാണ് 29 രൂപയ്ക്ക് കേന്ദ്ര സംസ്ഥാനത്ത് അരി വിതരണം നടത്തുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4500 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിട്ടു. കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ വരെയുള്ള പാത പൂർത്തിയാക്കി. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് ആദ്യ കപ്പലെത്തിക്കാൻ കഴിഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചു. കൊല്ലത്തടക്കം റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം മാതൃകയിൽ ആധുനികവൽക്കരിക്കാൻ പോകുന്നു. കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനായി ഉയർന്നിരുന്നു. നേമം സ്റ്റേഷൻ വികസിപ്പിക്കുന്നു. അങ്ങനെ നിരവധി വികസന പദ്ധതികളാണ് കേന്ദ്രം സമ്മാനിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ട് ഷെയറിൽ രണ്ടാമതാണ് ബി.ജെ.പി. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് 3,16,000-ലധികം വോട്ടാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി C ദിവാകരന് 2 ലക്ഷത്തിലധികം വോട്ടേ കിട്ടിയുള്ളൂ. 2014-ൽ O രാജഗോപാൽ 15,000-ലധികം വോട്ടിനാണ് ശശി തരൂരിനോട് തോറ്റത്. അന്നും LDF മൂന്നാമതായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഒറ്റക്കെട്ടായി നിന്നാൽ ബി.ജെ.പിക്ക് തരൂരിനെ മലർത്തിയടിക്കാം എന്ന വിശ്വാസമുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ മനസ്സില്ലാ മനസ്സോടെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങലിൽ V മുരളീധരൻ ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിരവധി കേന്ദ്ര പദ്ധതികളാണ് മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തോളം വോട്ട് പിടിച്ച് ശോഭാ സുരേന്ദ്രൻ 2 മുന്നണികളെയും വിറപ്പിച്ചിരുന്നു. CPM സിറ്റിംഗ് MP ആയിരുന്ന A സമ്പത്തിന്റെ തോൽവിക്ക് ഒരു പരിധിവരെ കാരണം ശോഭയുടെ മുന്നേറ്റമായിരുന്നു. ഇതുപോലെ ഇത്തവണയും പല മണ്ഡലങ്ങളിലും ആര് വിജയിക്കുമെന്ന് നിർണ്ണയിക്കാൻ ബി.ജെ.പി കഴിയും. അതുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം ബി.ജെ.പിക്ക് തുല്യ പ്രാധാന്യം നൽകുന്നത്. മുമ്പ് ബി.ജെ.പി കോൺഗ്രസിന്റെ വോട്ടാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എങ്കിൽ ഇപ്പോഴത് CPM-ലേക്ക് കൂടി കടന്നു ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി.ജെ.പിയുടെ വോട്ട് ഷെയർ കൂടുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ 3 ലക്ഷത്തോളം വോട്ട് നേടിയത് അതിനു മുൻപ് MD രമേശ് ജയ് മത്സരിച്ചപ്പോൾ 1.5 ലക്ഷം വോട്ട് പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അതായത് ഇരട്ടിയിലധികം വോട്ട് പിടിച്ചെടുക്കാനായി. സുരേന്ദ്രൻ ഇത്തവണയും മത്സരിക്കാൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ പൊടിപൂരമായേനെ. തൃശൂരിൽ ഇത്തവണയും സുരേഷ് ഗോപി വലിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. പ്രധാനമന്ത്രിയോടുമുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന് വലിയ നേട്ടമാണ്. മാത്രമല്ല K മുരളീധരനെതിരെ പ്രചാരണം നടത്താൻ പത്മജ വേണുഗോപാൽ എത്തുമെന്ന പ്രത്യേകതയും ഏറെ. ഇത്തരത്തിൽ വലിയ സാധ്യതകളാണ് ബി.ജെ.പിക്ക് മുന്നിലുള്ളത്. ഇതെല്ലാം അനുകൂലമാക്കിയെടുക്കുക എന്നത് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റാൻ കഴിഞ്ഞാൽ K സുരേന്ദ്രന് വലിയ നേട്ടമാകും. ഇതിനു മുമ്പുണ്ടായിരുന്ന ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റുമാർക്കും ഇത്തരത്തിലൊരു അവസരം ലഭിച്ചിട്ടില്ല. ശബരിമല സമരം സവിശേഷമായ സാഹചര്യം ആയിരുന്നുവെങ്കിലും അത് മുതലെടുക്കാൻ അന്നത്തെ പ്രസിഡന്റ് ശ്രീധരൻപിള്ളയ്ക്ക് കഴിഞ്ഞില്ല. സമരം നയിച്ച സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ 1 ലക്ഷം വോട്ട് അധികമായി നേടുകയും ചെയ്തു. അതുകൊണ്ട് പന്ത് സുരേന്ദ്രന്റെ കോട്ടയിൽ തന്നെയാണ്. ഗോൾ അടിക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം.